ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ മെഷീന് ടിഷ്യൂ എഞ്ചിനീയറിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീന് സൈറ്റോട്രോൺ. ഇതാ ഇതിൻ്റെ കൺട്രോൾ സെറ്റപ്പ്. ഇവിടുന്ന് നമ്മൾ ഈ ഡോസിമീറ്ററിയൊക്കെ ചെയ്തിട്ട് ഈ ഡോസിമീറ്ററിയാണ് നമ്മൾ മെഷീൻ്റെ കൺട്രോളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സൈറ്റോട്രോൺ മെഷീന്. ഇതിലാണ് ഞങ്ങൾ ടിഷ്യൂ എഞ്ചിനീയറിങ് ചെയ്യുന്ന ഇത്. ഈ മെഷീനകത്ത് നമുക്ക് RF റേഡിയോ ഫ്രീക്വൻസി ഗൺസ് എന്ന് പറയാം. അതൊരു തരത്തിലെ ആൻറ്റനായ. അതിൽ നിന്ന് ഈ സിഗ്നൽ കിട്ടുമ്പോൾ ഈ സിഗ്നൽ നമ്മൾ റീജനറേഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ രണ്ടും ചെയ്യാൻ പറ്റും. പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് മെഷീനകത്തോട്ട് ഇടുക. ആദ്യം നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയും. എവിടെ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഏരിയ, ആ ഏരിയയ്ക്ക് വേണ്ടി നമ്മളൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ അകത്തോട്ട് ഗൈഡ് ചെയ്യുക. ഇതിന് ലേസർ ഗൈഡിങ് എന്ന് പറയും. ലേസർ ഗൈഡഡ് ഫോക്കസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ എക്സാക്റ്റായിട്ട് ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ ഈ സിഗ്നൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ മെഷീനിലോട്ട് കയറ്റിയ പേഷ്യൻറ്റിൻ്റെ പ്രോട്ടോൺ ഡെൻസിറ്റി സീക്വൻസ് എന്ന് പറയും. ഇത് ഏതാ ടിഷ്യൂ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടിഷ്യൂയുടെ പ്രോട്ടോൺ ഡെൻസിറ്റി ആയത്, ട്യൂമറിൻ്റെ ലൊക്കേഷന്, പിന്നെ അത് എക്സാക്റ്റായിട്ട് നമ്മൾ എത്ര സിഗ്നൽ കൊടുക്കണമെന്നുള്ളതെല്ലാം നമ്മൾ ഡോസിമീറ്ററി മൂല്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ഡോസിമീറ്ററി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഗൺ ഫയൽസ്, ഈ ഗണ്ണിൻ്റെ ഓരോ പൊസിഷനും ആ ടാർഗറ്റിൻ്റെ പൊസിഷനും ഇതായിട്ടിരിക്കണം. നെക്സ്റ്റ് എനർജിയാണ്. എനർജിയിലാണ് നമ്മൾ ഇന്ന് ഹെൽത്ത് ബേസ്ഡ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത എനർജി. ദി ഹോൾ വേൾഡ് ഈസ് ഫുൾ ഓഫ് എനർജി. എനർജി എല്ലായിടത്തും എനർജിയാണ്, നിറച്ചുണ്ട്. നമുക്ക് വേണ്ടിയേക്കാട്ടിലും കൂടുതലുണ്ട്. ബട്ട് ദി ഫാക്ട് ഈസ് ഇറ്റ് ഹാസ് ടു ബി ടാപ്ഡ്. ഓക്കെ, നൗ വെൻ യു സേ ഇറ്റ് ഹാസ് ടു ബി ടാപ്ഡ്, sun is an energy, wind is an energy, fire is an energy, water is an energy. ഇത് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുന്നത് നമ്മളൊരു എക്കണോമിക്കലി എഫോർഡബിളി ടാപ്പ് ചെയ്യണം. ആ എനർജി തരുന്നതിനേക്കാട്ടിലും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു മീനിങ് ഇല്ല. അത് നമ്മൾ എക്കണോമിക്കലി നമ്മൾ അതിനെ അഫോർഡബിളി നമ്മൾ അതിനെ സേവ് ചെയ്യാൻ സാധിക്കണം. ഒന്ന് സേവ് ചെയ്യാൻ സാധിക്കണം, രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഈ ഞങ്ങളുടെ ക്യാമ്പസിൽ ഇവിടെ ബാംഗ്ലൂരിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഒന്ന് ഞങ്ങൾ എഫിഷ്യൻറ്റ് ബയോമീഥനൈസേഷൻ പ്രോസസ്സ്. ഈ ബയോമീഥനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഹൈഡ്രോകാർബൺ എന്ന് വെച്ചാൽ ഹൈഡ്രോജനും കാർബൺ ആറ്റം നമുക്ക് ഓർഗാനിക്കായിട്ട് എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് കിട്ടുന്നത്, ഇത് ഉപയോഗിച്ച് നമ്മൾ എനർജി ഉണ്ടാക്കുവാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഞങ്ങളിവിടെ ഒരു പുതിയ പ്രോസസ്സ് കണ്ടുപിടിച്ചത് MIBR എന്ന് പറയും, മൈക്രോബ് ഇൻക്യുബേറ്റഡ് ബയോ റിയാക്ടർ. ഞങ്ങളുടെ ബയോടെക്നോളജി പിന്നെ ജെനറ്റിക്സ് ലബോറട്ടറിയാണ്. ഓക്കെ, ഈ ബയോടെക്നോളജി ജെനറ്റിക്സ് ലബോറട്ടറിയിൽ ഇത് സ്റ്റെറൈൽ ഏരിയ ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് മാസ്കും ക്യാപ്പൊക്കെ വേണ്ടി വരും. ഇവിടെ ഞങ്ങൾ ഈ പ്ലാന്റിന് വേണ്ടിയ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഓരോ തരത്തിലെ ഫീഡിന് ഓരോ തരത്തിലെ ടൈപ്പിലെ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് വേണം. ഓക്കെ, സോ അത് നമ്മൾ ഇവിടെ വെച്ച് ഐസൊലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ ജെനറ്റിക് മേക്കപ്പും ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അറിഞ്ഞു വയ്ക്കും. അപ്പോൾ ഓരോ ഫീഡിനും നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ ഫീഡ് അനലൈസ് ചെയ്ത് അതിന് എങ്ങനത്തെ മൈക്രോ ഓർഗാനിസം വേണ്ടിയതെന്ന് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് റസ്ന, ഷീസ് ഇൻചാർജ് ഓഫ് മലയാളി.
സോ ഇവിടെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഐസൊലേഷൻ. ഇത് ഐസൊലേറ്റ് ചെയ്യുന്നു അല്ലേ? അതെ. മൈക്രോ ഓർഗാനിസം ഐസൊലേറ്റ് ചെയ്യുന്നു. പ്യുവർ കൾച്ചർ. ഓക്കെ. സോ ഇത് ചേംബറാണ്. ചേംബറിൽ വെച്ചിട്ട് അത് ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ ബാക്ടീരിയയെ ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് മാസ് കൾച്ചർ, പിന്നെ അത് മാസ് കൾച്ചറായിട്ടാക്കി എടുക്കും. അത് പിന്നെ ഇതിൻ്റെ ജെനറ്റിക്സ് എന്നുവെച്ചാൽ ഇതിൻ്റെ DNA RNA അതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി DNA ഇത് ജെനറ്റിക് ലാബുണ്ട്. ജെനറ്റിക് ലാബിലാണ് ബാക്കിയുള്ളത് DNA അതൊക്കെ അനലൈസ് ചെയ്യുന്ന അവിടെ. ഇത് ഈ പ്ലേറ്റ്സിൻ്റെ അകത്ത് ബാക്ടീരിയയുടെ. ഓക്കെ. ഇതിൻ്റെ അകത്താണ് ബാക്ടീരിയ. ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്റ്റേജിലേക്ക് ചേംബറിലേക്ക് പോകും. ഈ ഒരു സ്റ്റേജിൽ ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻക്യുബേറ്ററിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇത് എത്ര ദിവസമാണ് സ്റ്റോർ ചെയ്യുന്നത്? ചെയ്യാൻ പറ്റും. 24 hours ഗ്രോ. ഓക്കെ. അതൊന്ന് ഷോ ചെയ്ത്. ഇത് ഓരോന്നും ഇങ്ങനെ ഗ്രോ ആയി വരിക. ഇത് അനദർ ദി കൾച്ചർ ഗ്രോൺ enough in that. ഇത് ഫൈനൽ. ഇവിടെ ഇപ്പോൾ ഇത് ജെനറ്റിക് ലാബാണ്. ഈ ലാബിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതെന്താണ് അവിടെ എങ്ങനെയാണ് DNA ഐസൊലേഷൻ ആണ്. PCR മെഷീൻ. PCR ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ. DNA ഐസൊലേറ്റ് ചെയ്തു സെപ്പറേഷൻ ചെയ്യുക. പിന്നെ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ജെൽ ലോഡിങ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റിൽ അതിൻ്റെ DNA ഒരു ബാക്ടീരിയയുടെ DNA സ്ട്രക്ചർ എന്തുവാ, അതിൻ്റെ DNA ഫിംഗർ പ്രിൻ്റ് എന്തുവാ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ആ സ്പീഷീസ്, ആ ക്രീച്ചർ എന്ന് വെച്ചാൽ ആ ജീവി അതിന് തന്നെയാണോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വല്ലതും ആയോ എന്നൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ DNA അനാലിസിസ് ചെയ്യും.